ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇത് വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഐ ആം നിഷ, വെൽക്കം ടു മൈ ചാനൽ. എന്നാൽ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ഹാഫ് ഒനിയൻ റഫ്ലി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെന്ത ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സവോളയെല്ലാം വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. 8-9 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ടൊമാറ്റോ റഫ്ലി ചോപ്പ് ചെയ്തത്. ടൊമാറ്റോ നല്ല പഴുത്തതായിരിക്കണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ആറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രമെടുത്ത് സ്റ്റൗ കത്തിച്ച് അതൊന്ന് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാലകളെല്ലാം തൈരിൽ ചേർത്ത് കറിയിലേക്ക് ചേർത്താൽ നമ്മുടെ മസാലകളൊന്നും കരിഞ്ഞു പോവുകയില്ല. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയ ശേഷം മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി തിള വന്ന ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഗ്രേവിയിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഗ്രേവിയിലേക്ക് ചേർക്കാം. കാരണം നമ്മളിത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ഫ്രഷ് ക്രീം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 4 to 5 മിനിറ്റ്സ് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.